ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. സുന്ദരകാന്ഡമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സീതാദേവിയെ കണ്ടെത്തുന്നതിനുള്ള ചുമതല വീരഹനുമാൻ ഏറ്റെടുക്കുകയും ഹനുമാൻ സമുദ്രം തരണം ചെയ്യാനായി പോവുകയും ചെയ്യുന്ന ഹനുമാന്റെ ആ യാത്രയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത്. യാത്രയുടെ ഇടയിൽ സർപ്പമാതാവായ സുരസയെ ഹനുമാൻ കാണുകയും സുരസയുടെ പരീക്ഷണത്തെ ഹനുമാൻ അതിജീവിക്കുകയും ചെയ്ത ആ ഭാഗം വരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത്. അങ്ങനെ സുരസയുടെ പരീക്ഷണത്തെ അതിജീവിച്ചിട്ട് വീരഹനുമാൻ മുമ്പോട്ട് കുതിക്കുകയാണ്. അങ്ങനെ ഹനുമാൻ മുമ്പോട്ട് കുതിക്കുന്നതിൻ്റെ ഇടയിൽ സമുദ്രത്തിന് തോന്നുകയാണ്, വായുപുത്രനായ ഹനുമാൻ ശ്രീരാമചന്ദ്രന് ഉപകാരം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണല്ലോ പോകുന്നത്. അങ്ങനെ ശ്രീരാമചന്ദ്രനെ സഹായിക്കുന്നതിനായി പോകുന്ന ഹനുമാനെ ഒന്ന് സഹായിക്കണം എന്ന് സമുദ്രത്തിന് തോന്നുകയും സമുദ്രം മൈനാക പർവ്വതത്തെ വിളിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് മൈനാകത്തിനോട് ഇങ്ങനെ പറയുകയാണ്, അല്ലയോ മൈനാകമേ, എനിക്ക് ഒരു ഉപകാരം ചെയ്യണം. അങ്ങ് ഹിമാലയത്തിൻ്റെ പുത്രനാണ്. അങ്ങ് ഇന്ദ്രനെ ഭയന്ന് എന്നെ ശരണം പ്രാപിച്ചപ്പോൾ മുതൽ ഞാൻ അങ്ങയെ ഇവിടെ ഒളിപ്പിച്ച് താമസിപ്പിക്കുകയാണല്ലോ. അങ്ങ് എനിക്കൊരു ഉപകാരം ഇപ്പോൾ ചെയ്യണം. ഹനുമാൻ ശ്രീരാമചന്ദ്രന് ഒരു ഉപകാരം ചെയ്യുന്നതിനായി ലങ്കയിലേക്ക് പോവുകയാണ്. ഹനുമാന് വിശ്രമിക്കുവാൻ വേണ്ടി അങ്ങയുടെ ശരീരം കൊടുക്കണം. അത് അങ്ങേക്കും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കും. രാമചന്ദ്ര പ്രഭുവിൻ്റെ അനുഗ്രഹം അങ്ങേക്കും ലഭിക്കും. അതുകൊണ്ട് എനിക്ക് വേണ്ടി അങ്ങിത് ചെയ്യണം എന്ന് സമുദ്രം മൈനാകത്തിനോട് പറയുന്നു. അത് കേട്ടപ്പോൾ അങ്ങനെ ആകട്ടെ എന്ന് മൈനാകം സമുദ്രത്തിനോട് പറയുകയും മൈനാകം കടലിൻ്റെ സാഗരത്തിൻ്റെ മുകളിൽ ഉയർന്നു നിൽക്കുകയും ചെയ്തു. അതിനുശേഷം മനുഷ്യരൂപം പൂണ്ടിട്ട് മൈനാകം ഹനുമാന്റെ മുമ്പിലേക്ക് ചെല്ലുകയാണ്. തനിക്ക് തടസ്സമായി എന്താണ് തൻ്റെ മുമ്പിൽ നിൽക്കുന്നത് എന്ന് ഒരു നിമിഷം ഹനുമാൻ ആലോചിച്ചു. അപ്പോഴാണ് മനുഷ്യരൂപം പൂണ്ട ആ മൈനാക പർവ്വതം ഹനുമാന്റെ അടുക്കലേക്ക് ചെന്നിട്ട്, ഞാൻ അങ്ങയുടെ മിത്രമാണ്, അങ്ങയെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നത് എന്ന നിലയിൽ ഹനുമാനോട് പറയുകയും ചെയ്തു. അപ്പോൾ ഹനുമാൻ ചോദിക്കുകയാണ്, ഏതു രീതിയിലാണ് അങ്ങ് എന്നെ സഹായിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ, അങ്ങ് എൻ്റെ പുറത്തിരുന്ന് അല്പസമയം വിശ്രമിച്ചതിനു ശേഷം ക്ഷീണം തീർത്തതിനു ശേഷം ലങ്കയിലേക്ക് പൊക്കോളൂ എന്ന് മൈനാകം പറയുന്നു. മൈനാകത്തിൻ്റെ ഇത്തരത്തിലുള്ള വാക്കുകൾ കേട്ടപ്പോൾ ഹനുമാന് വളരെയധികം സന്തോഷം തോന്നുകയും ഹനുമാൻ ഈ പർവ്വതത്തിനോട്, മൈനാക പർവ്വതത്തിനോട് ചോദിക്കുകയാണ്, അല്ലയോ മൈനാകമേ, അങ്ങ് എന്തിനാണ് ഈ കടലിൽ ഇങ്ങനെ വന്ന് താമസിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ മൈനാകം തൻ്റെ കഥ ഹനുമാനോട് പറയുന്നു. മുമ്പ് പർവ്വതങ്ങൾക്ക് ചിറക് ഉണ്ടായിരുന്നു. അങ്ങനെ ചിറകുകൾ ഉണ്ടായിരുന്ന പർവ്വതങ്ങൾ വളരെ അഹങ്കാരികളായിരുന്നു. അവരുടെ അഹങ്കാരം കാരണം ഉയർന്നു പറന്ന് ഗ്രാമങ്ങളുടെയും നഗരങ്ങളുടെയും മുകളിൽ ചെന്ന് പതിക്കുകയും അവയെ തരിപ്പണമാക്കുകയും ചെയ്തിരുന്നു. അത് ഇന്ദ്രന് വളരെയധികം കോപം ഉണ്ടാക്കുകയും ഇന്ദ്രൻ തൻ്റെ വജ്രായുധം കൊണ്ട് പർവ്വതങ്ങളുടെ ചിറകുകൾ മുറിക്കുകയും ചെയ്തു. ഞാൻ പേടിച്ചുപോയി, ഞാൻ ഭയന്നോടി. എൻ്റെ പുറകെ ഇന്ദ്രനും. എൻ്റെ പേടിച്ചുള്ള ഓട്ടം കണ്ടപ്പോൾ വായു ഭഗവാന് എന്നോട് കരുണ തോന്നുകയും എന്നെ പറപ്പിക്കുകയും അദ്ദേഹം വീശിയടിച്ചു തൻ്റെ കാറ്റ്. അതിൻ്റെ ശക്തിയാൽ ഞാൻ പറന്നുപോയി ഈ സമുദ്രത്തിൽ വന്ന് പതിക്കുകയും സമുദ്രത്തിനും എന്നോട് കരുണ തോന്നുകയും സമുദ്രം എനിക്ക് അഭയം നൽകുകയും ചെയ്തു. വായു ഭഗവാനും സമുദ്രവും ഇവർ രണ്ടുപേരും എനിക്ക് മിത്രം തന്നെയാണ്. അങ്ങ് വായുപുത്രനാണല്ലോ, അതുകൊണ്ട് തന്നെ
അങ്ങയ്ക്ക് വേണ്ട ഉപകാരങ്ങൾ ചെയ്യുവാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്ന നിലയിൽ മൈനാകം ഹനുമാനോട് പറഞ്ഞു. മൈനാകത്തിന്റെ കഥകൾ കേട്ടപ്പോൾ ഹനുമാന് വളരെയധികം സന്തോഷം തോന്നുകയും എന്നാൽ ഇപ്പോൾ തനിക്ക് ഇവിടെ ഇരുന്ന് വിശ്രമിക്കാൻ സാധിക്കുകയില്ല എന്നും എനിക്ക് ഉടൻ തന്നെ ലങ്കയിലേക്ക് പോകേണ്ടതുണ്ട് എന്ന് മൈനാകത്തിനോട് പറയുകയും ഹനുമാൻ തൻ്റെ കൈകൊണ്ട് മൈനാകത്തെ ഒന്ന് തൊടുകയും ചെയ്തു. അതിനുശേഷം ഹനുമാൻ വീണ്ടും മുമ്പോട്ട് യാത്ര ചെയ്തു. മൈനാകം ഹനുമാനെ സ്വീകരിച്ചതും ഹനുമാനോട് ഇപ്രകാരം പറഞ്ഞതുമെല്ലാം ഇന്ദ്രൻ അറിഞ്ഞു. ഇന്ദ്രന് മൈനാകത്തിനോട് വളരെയധികം സ്നേഹം തോന്നുകയും അങ്ങനെ ഇനി തൻ്റെ ആക്രമണം മൈനാകത്തിന് ഉണ്ടാവുകയില്ല എന്നും ഇഷ്ടം പോലെ ജീവിച്ചുകൊള്ളൂ എന്നും ഇന്ദ്രൻ മൈനാകത്തിനോട് പറയുകയും ചെയ്തു. അങ്ങനെ വീരഹനുമാൻ മുമ്പോട്ട് കുതിക്കുകയാണ്. അങ്ങനെ കുറച്ചു ദൂരം മുമ്പോട്ട് കുതിച്ചപ്പോൾ തനിക്ക് ശക്തി കുറയുന്നതായി ഹനുമാന് തോന്നി. എന്തുകൊണ്ടായിരിക്കാം തനിക്ക് ശക്തി കുറയുന്നത് എന്ന് ഹനുമാൻ വിചാരിച്ചു. ഹനുമാൻ താഴേക്ക് നോക്കിയപ്പോൾ താഴെ ഒരു വലിയ രാക്ഷസി, ആ രാക്ഷസി വായും പിളർന്നു നിൽക്കുന്നതായിട്ടാണ് കണ്ടത്. ആ രാക്ഷസിയുടെ പേര് സിംഹിക എന്നായിരുന്നു. ആ രാക്ഷസി ഹനുമാന്റെ നിഴലിൽ പിടിച്ച് ഹനുമാനെ താഴേക്ക് വലിക്കുകയായിരുന്നു. ഇവളെ എങ്ങനെയെങ്കിലും വധിക്കണം, എങ്കിൽ മാത്രമേ മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് ഹനുമാൻ വിചാരിക്കുകയും ഹനുമാൻ അവളുടെ വായിലൂടെ അവളുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കുകയും ചെയ്തു. അവൾ വായ കൂട്ടി അടച്ചു. ഹനുമാൻ അവളുടെ ശരീരത്തിലേക്ക് താണു. നഖങ്ങൾ കൊണ്ട് അവളുടെ ഹൃദയം പിച്ചു ചീന്തി. അവളുടെ കഥ കഴിച്ചിട്ട് മാറിടം പിളർന്ന് ആ ദ്വാരത്തിലൂടെ അദ്ദേഹം പുറത്തേക്ക് വന്നു. ആ പടുകൂറ്റൻ ശരീരം കറങ്ങി കറങ്ങി സമുദ്രത്തിൽ വീണു. കോടിക്കണക്കിന് ജലജീവികളുടെ ഭയമാണ് അതോടുകൂടി തീർന്നത്. അനേകം ജീവികളുടെ മാംസം തിന്ന അവളുടെ മാംസം അനേകം ജീവികൾ അങ്ങനെ തിന്ന് അവരുടെ പ്രതികാരം തീർത്തു. സിംഹികയുടെ മൃത്യു കണ്ട് ദേവന്മാരൊക്കെ മാരുതിയെ പ്രശംസിച്ചു. സർവവിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് അവർ ആശംസിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തു. നീ ചെയ്ത സിംഹിക വധത്തിന് തുല്യമായ ഒരു പ്രവൃത്തി ത്രിലോകങ്ങളിലും ഇല്ല. നിരാലംബമായി 100 യോജന തരണം ചെയ്യുന്നതിനേക്കാൾ കഠിനമാണ് സിംഹിക വധം. ഇവളെ ഭയന്ന് എത്രയോ ദേവന്മാർ ഈ വ്യോമമാർഗം തന്നെ ഉപേക്ഷിച്ചിട്ടുണ്ട്. നീ ഇന്ന് ഈ മാർഗം തുറന്നു തന്നിരിക്കുന്നു. എല്ലാവരുടെയും ഭയം നീ തീർത്തിരിക്കുന്നു. ഇനി എല്ലാവർക്കും തടസ്സമില്ലാതെ ഈ വഴി ഉപയോഗിക്കുവാൻ സാധിക്കും. നീ ഇതിനു നിമിത്തമായി. നീ ഉദ്ദേശിച്ച കാര്യം നടക്കും. ത്രിലോകങ്ങളും നിന്നെക്കുറിച്ചോർത്ത് ആനന്ദിക്കും എന്ന് പറഞ്ഞ് സകല ദേവന്മാരും ഹനുമാനെ അനുഗ്രഹിച്ചു. അവർ പുഷ്പവൃഷ്ടി ചൊരിയുകയും ചെയ്തു. ദേവന്മാരുടെ ഇപ്രകാരമുള്ള അനുഗ്രഹങ്ങൾ എല്ലാം സ്വീകരിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി ഹനുമാൻ വീണ്ടും മുമ്പോട്ട് കുതിച്ചു. കുറച്ചു ദൂരം പോയപ്പോൾ ലങ്ക കാണപ്പെട്ടു. അപ്പോൾ ഹനുമാൻ വിചാരിക്കുകയാണ്, ഇപ്രകാരം വലിയ ഒരു ശരീരവും കൊണ്ട് ലങ്കയിൽ കടന്നാൽ എല്ലാവരും എന്നെ കണ്ട് സംശയിക്കും. അതുകൊണ്ട് തൻ്റെ ശരീരത്തിൻ്റെ അവലിപ്പം കുറയ്ക്കണം. അതിനുശേഷം ലങ്കയിലേക്ക് പോകാം. ഇങ്ങനെ ഹനുമാൻ വിചാരിക്കുകയാണ്. സമുദ്രം ലംഘിച്ച് അദ്ദേഹം സുബോൽ എന്ന പർവ്വതത്തിൻ്റെ മുകളിൽ എത്തിച്ചേർന്നു. അപ്പോഴേക്കും ലങ്കാദ്വീപ് തന്നെ വിറയ്ക്കുവാൻ തുടങ്ങി. സീതാദേവിയുടെയും രാവണന്റെയും ശരീരത്തിൻ്റെ ഇടതുഭാഗം തുടിച്ചു. 100 യോജന സമുദ്രത്തിൻ്റെ ഉപരിതലത്തിൽ കൂടി സഞ്ചരിച്ചു എങ്കിലും ഹനുമാൻ ഒട്ടും തന്നെ
ക്ഷീണിതനായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവമായ കാര്യം. ഇങ്ങനെ വളരെ അനായാസേന ഹനുമാൻ സമുദ്രം തരണം ചെയ്തിരിക്കുന്നു. ഇങ്ങനെയാണ് സുന്ദരകാണ്ഡത്തിൽ ഹനുമാന്റെ ഈ പ്രയാണത്തെ വർണ്ണിച്ചിരിക്കുന്നത്. ഈ പ്രയാണം, ഹനുമാന്റെ ഈ പ്രയാണം, ഈ അധ്യായം, ഈ കഥ ശ്രവിക്കുന്ന ഏതൊരു മനുഷ്യനാണോ ആ മനുഷ്യന്റെ പാപം മുഴുവൻ നശിക്കും എന്നാണ് രാമായണം പറയുന്നത്. ഈ കഥയുടെ, അതായത് കഴിഞ്ഞ അധ്യായവും ഈ അധ്യായവുമായി നമ്മൾ പറഞ്ഞ ആ ഹനുമാന്റെ ആ സമുദ്ര തരണം, ആ രണ്ട് കഥയും കേട്ടാൽ ഒരു മനുഷ്യന്റെ പാപം മുഴുവനും നശിക്കും എന്നാണ് ഫലശ്രുതിയായി പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.